നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദിയിൽ വെച്ച് നടക്കുന്ന സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. 2-5 പരാജയത്തിൻ്റെ കഥയൊക്കെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലൊക്കെ ചർച്ചയായിരുന്നല്ലോ. പക വീട്ടുമോ എന്നായിരുന്നു ചോദ്യം. യെസ്, 2-5 എന്ന സ്കോർ ലൈൻ അല്ലെങ്കിലും നോക്കൗട്ട് മത്സരത്തിൽ നോക്കൗട്ട് ചെയ്ത് പുറത്താക്കിയിരിക്കുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിനെ റയൽ മാഡ്രിഡ്. ഫെഡെ വാൽവെർദെ, വാട്ട് എ പ്ലെയർ, വാട്ട് എ പെർഫോമൻസ്. ആ കിടിലൻ ഗോൾ രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ അടിച്ചങ്ങ് കയറ്റി അവിടെ പിടിച്ചു റയൽ മാഡ്രിഡ്. പിന്നെ റോഡ്രിഗോയുടെ ഗോളിൻ്റെ അസിസ്റ്റും ഫെഡയുടെ വകയായിരുന്നു. അങ്ങനെ 2-1 വിജയം. മറുഭാഗത്ത് സൊർലോത്താണ് അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് ഒരു ഗോൾ മടക്കിയിരുന്നത്. മത്സരത്തിൽ റയലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് വിനി ജൂനിയറും ഗോൺസാലോ ഗാർഷ്യയും റോഡ്രിഗോയും ജൂഡ് ബെല്ലിങ്ങാമും ഒക്കെ ഒരുമിച്ച് അണിനിരന്നപ്പോൾ മറുഭാഗത്ത് സൊർലോത്തും ഹുലിയൻ ആൽവാരസും ജിയോവാനി സിമയോണിയും ഒക്കെ ചേർന്നുകൊണ്ടായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ടിരുന്നത്. കളിയുടെ രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ ഈ പറഞ്ഞ കിടിലൻ ഗോൾ, എന്തൊരു ഫ്രീ കിക്ക് ഗോളായിരുന്നു അത്. അടിച്ചങ്ങ് കയറ്റുകയായിരുന്നു ബൊംബാസോ. ചിലരൊക്കെ ടി വി ഓൺ ചെയ്ത് വരുന്നേ ഉണ്ടാവുമായിരുന്നുള്ളൂ, അപ്പോഴേക്കും ഗോളായി കഴിഞ്ഞിരുന്നു. രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ റയൽ മാഡ്രിഡ് അവിടെ ലീഡ് എടുക്കുന്നു. പിന്നെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് റയൽ മാഡ്രിഡ് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിലാണ് അടുത്ത ഗോൾ പിറക്കുന്നത്. 55-ാമത്തെ മിനിറ്റിൽ ഫെഡെ വാൽവെർദയുടെ അസിസ്റ്റിൽ നിന്ന് റോഡ്രിഗോയുടെ ഗോൾ പിറക്കുന്നു. റോഡ്രിഗോ ഇപ്പോൾ മിന്നും ഫോമിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം അത് ഗോളാക്കി മാറ്റുന്നു. എന്നാൽ പിന്നാലെ 58-ാമത്തെ മിനിറ്റിൽ ജിയോവാനി സിമയോണിയുടെ അസിസ്റ്റിൽ നിന്ന് സൊർലോത്തിൻ്റെ ഗോൾ വന്നപ്പോൾ 2-1 എന്ന രൂപത്തിലേക്ക് കളി മാറി. പിന്നെ ഗോളുകളൊന്നും പിറന്നില്ലെങ്കിലും വളരെ സ്പൈസി ആയിരുന്നു. വിനി ജൂനിയർ പ്രകോപിപ്പിക്കുന്ന കോച്ച് സിമയോണി, അതായത് ജിയോവാനി സിമയോണിയുടെ അപ്പൻ. ഏതായാലും അത് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി. കളിക്ക് ശേഷം സാബി അലോൺസോയ്ക്ക് ശക്തമായ ഭാഷയിൽ സിമയോണിക്കെതിരെ രംഗത്ത് വരുന്നതൊക്കെ കണ്ടു. എന്നാൽ അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, സിമയോണിയുടെ ഇത്തരം ചെയ്തികൾ ശരിയോ അല്ലയോ എന്നുള്ളത്. ഏതായാലും മത്സരം 2-1 അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റയൽ മാഡ്രിഡ് സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരത്തിലേക്ക് കടന്നിരിക്കുന്നു. ഫൈനൽ മത്സരം തിങ്കളാഴ്ച പുലർച്ചെ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച രാത്രിയാണ്. എൽ ക്ലാസിക്കോയാണ് ഈ വർഷത്തെ ആദ്യ എൽ ക്ലാസിക്കോ. കാത്തിരിക്കാം. ആ ഒരു തീപ്പൊരി പോരാട്ടത്തിനായിട്ട് എംബാപ്പെ വരുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് കൊണ്ടുവരാം.